അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പശ്ചിമേഷ്യ വീണ്ടും സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷി കൊല്ലപ്പെട്ടതോടെ സംഘർഷം പുതിയ തലത്തിലെത്തി. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിന്റെ നീക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശമായ നിലപാടുകളാണ് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇറാനുമായുള്ള കരാർ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനികരും മേഖലയിൽ തന്നെ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിലെ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ വീണ്ടും വെടിവെപ്പ് ആരംഭിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ നൽകിയിരിക്കുന്നത്. വെറും ഒരു വെടിനിർത്തലല്ല, മറിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ കരാർ നടപ്പിലാകുന്നതുവരെ സൈന്യം പിന്മാറില്ലെന്ന വാശിയിലാണ് വാഷിംഗ്ടൺ. ഇതിനിടയിൽ കഴിഞ്ഞ മാസം സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണ് ബുധനാഴ്ച ലബനനിൽ ഉണ്ടായത്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ബെയ്റൂട്ടിന്റെ മധ്യഭാഗത്തുള്ള ജനവാസ കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ റോക്കറ്റ് വർഷം പുനരാരംഭിച്ചു. ഇതോടെ 2 ആഴ്ചത്തെ സമാധാനം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന കരാർ പാളുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളും യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. തങ്ങൾ ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്നും സൈന്യത്തിന്റെ വിരലുകൾ തോക്കിന്റെ ട്രിഗറിലാണെന്നുമാണ് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ലബനിലെ ആക്രമണങ്ങൾ പരിമിതപ്പെടുത്താമെന്ന് ഇസ്രയേൽ വാഗ്ദാനം ചെയ്തതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അവകാശപ്പെട്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിക്കുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം 60% വരെ ഉയർത്തിയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നതിനായി ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറയുമ്പോഴും ടെഹ്റാൻ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുമെന്ന് സൂചന നൽകിയതിന് പിന്നാലെ ഇറാൻ അത് വീണ്ടും അടച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന നീക്കമാണ്. ഇത്രയും കലുഷിതമായ സാഹചര്യത്തിലും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ചർച്ചകൾ തുടരാനാണ് അമേരിക്കയുടെ തീരുമാനം. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ശനിയാഴ്ച ഇറാനുമായി ചർച്ച നടത്തും. സ്റ്റീവ് വിറ്റ്കോഫ്, ജാർഡ് കുഷ്ണർ എന്നിവരും ഈ സംഘത്തിലുണ്ടാകും. അതേസമയം ലബനിലെ സംഘർഷം അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ പൂർണ്ണമാകില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ട്രംപിനെയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയും ഓർമ്മിച്ചു. യുദ്ധം മൂലം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആഗോള വിപണി തകരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഒരു വലിയ വിജയമാണെന്ന് ഇരു രാജ്യങ്ങളും ആദ്യം അവകാശപ്പെട്ടു. എന്നാൽ 2ാം ദിവസമായപ്പോഴേക്കും ആ വിശ്വാസം തകർന്നിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ രക്തച്ചൊരിച്ചിലും വടക്കൻ ഇസ്രയേലിലെ റോക്കറ്റ് വർഷവും ഈ ഉടമ്പടി എത്രത്തോളം ദുർബലമാണെന്ന് തെളിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പാണ്.